ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഈസി ആയിട്ടുള്ളൊരു മിൽക്ക് കേക്കാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കേക്ക് ഉണ്ടാക്കാതെ ടീ കേക്ക് വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്കുള്ള മിൽക്ക് മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് 1 കപ്പ് പാലിലേക്ക് 3/4 കപ്പ് വിപ്പിംഗ് ക്രീമും 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മിൽക്ക് മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്കിൻ്റെ മിക്സാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് സാധാരണ കേക്കിൻ്റെ ക്രീം ബീറ്റ് ചെയ്യുന്നത് പോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതുവരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മളങ്ങനെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിൽക്ക് കേക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ കേക്കിൻ്റെ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ടീ കേക്കാണ്. ഇതിപ്പോൾ ടീ കേക്ക് വെച്ച് ചെയ്യുമ്പോഴും ഭയങ്കര ടേസ്റ്റുമാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ടീ കേക്ക് വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ ടീ കേക്ക് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് 2 കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മിൽക്ക് മിക്സ് ഒഴിക്കുകയാണ്. മിൽക്ക് മിക്സ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഈ കേക്ക് ഈ മിൽക്ക് മിക്സിൽ ഇങ്ങനെ കുതിർന്ന് വരണം. ഇനി ആവശ്യത്തിന് മിൽക്ക് മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇത് എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഞാൻ ബാക്കിയുള്ള എല്ലാ കേക്കും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ്. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഈ കേക്കൊക്കെ നല്ല പാലിൽ കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ ഇത് ഞാൻ ഗാർണിഷ് ചെയ്യുന്നത് ചെറി വെച്ചാണ്. നിങ്ങൾക്ക് ക്രഷ്ഡ് പിസ്ത വെച്ചിട്ടും ഇത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ലാതെ. സോ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. ഇതെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.